all, welcome to once. അപ്പോൾ ഇന്നത്തെ സെഷനിൽ we'll be discussing the important topics and syllabus of the subject EET 301 Power Systems 1. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും റിഗറസ് ആയിട്ട് ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാം പാറ്റേൺ, KTUവിൻ്റെ എക്സാം പാറ്റേൺ ഒന്ന് റിവ്യൂ ചെയ്യാം. രണ്ട് പാർട്സ് ആണ്. വിൽ ഹാവ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും വിത്ത് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ഹാവിങ് 3 മാർക്സ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് വരിക 3 മാർക്സ് ആണ്. സോ 3 × 10 30 മാർക്സ് ആണ് ഫ്രം പാർട്ട് എ. പാർട്ട് എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്, ഓർ ക്വസ്റ്റ്യൻസ് ഇല്ല. സോ ദ സ്റ്റുഡൻസ് ഷുഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പാർട്ട് ബിയിൽ നിങ്ങൾക്ക് അറിയാം, ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ എന്താ ഓർ ചോയ്സ് ആണ്, ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് എ വെയിറ്റേജ് ഓഫ് 14 മാർക്സ്. അതിൽ സബ് ഡിവിഷൻസ് ഉണ്ടാവും, എ ബി പാർട്ടൊക്കെ ഉണ്ടാവും. സോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒരു മൊഡ്യൂളിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. 14 മാർക്സ് ആയിരിക്കും. essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം പവർ സിസ്റ്റത്തിൽ നിന്ന്. അതുപോലെ തന്നെ ന്യൂമറിക്കൽസും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ നമുക്ക് സിലബസിലേക്ക് ഒന്ന് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ഓഫ് ദി സിലബസ്, അതിൽ പവർ സിസ്റ്റം ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് ജനറേഷൻ ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. പവർ സിസ്റ്റം എവല്യൂഷൻ, ലോഡ് കർവ്, ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, ലോഡ് കർവ്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉള്ളി. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മേ ബി 3 മാർക്സിന് ഡിഫൈൻ ലോഡ് കർവ്, ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ അങ്ങനെ എക്സാമിനർ ചോദിക്കാം. അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഫോർമുല നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു വയ്ക്കണം. ഷോർട്ട് ഹാൻഡ് നോട്ട്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഏത് ന്യൂമറിക്കൽ വന്നാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ലോഡ് ഫാക്ടർ എന്താണ്? ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അപ്പം സേ ലാസ്റ്റ് ഇയർ the examiner has asked like ഒരു ഡീസൽ പവർ സ്റ്റേഷനിൽ സേ ഇത്രയും കിലോവാട്ട് അവർ ഓഫ് എനർജി വാസ് ജനറേറ്റഡ് ഫോർ എ ഇയർ ഓർ പെർ ആനം. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് ലോഡ് കണ്ടുപിടിക്കാം. സോ ഇപ്പോൾ ഇമാജിൻ ഇഫ് ഇറ്റ് ഇസ് 20 × 10⁻⁶ മെഗാവാട്ട് അവർ പെർ ഇയർ was the annual load output of a diesel power plant. So if you divide it by 8760, number of hours in a year, you will get the average load and maximum demand of the station തന്നിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഡിമാൻഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ലോഡ് ഫാക്ടർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നുള്ളൂ. അതുപോലെ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ റീകളക്ട് ചെയ്യുന്നുണ്ടോ? ഇറ്റ് ഇസ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ബൈ ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ദാറ്റ് സ്റ്റേഷൻ. അപ്പോൾ ഒരു ഡീസൽ പവർ സ്റ്റേഷൻ്റെ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ഇത്ര മെഗാവാട്ട് പല വാല്യൂസ് തന്നിട്ടുണ്ടാവും. അതെല്ലാം കൂടെ സമപ്പ് ചെയ്ത് ഇഫ് യു ഡിവൈഡഡ് ബൈ ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ ദെൻ യു വിൽ ഗെറ്റ് ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ കിലോവാട്ട് അവർ ആയിരിക്കും എനർജി, അതിനെ ഡിവൈഡഡ് ബൈ അവേഴ്സിലാക്കി അപ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ കിലോവാട്ട്. സോ അത് തന്നെ മാക്സിമം ഡിമാൻഡും കിലോവാട്ടിലാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്താൽ ലോഡ് ഫാക്ടർ കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ചിലപ്പോൾ ലോഡ് കർവിനെ ബേസ് ചെയ്തിട്ട് സേ സം ഡേറ്റ മൈറ്റ് ബി ഗിവൺ ഇന്ന അവേഴ്സിൽ ഇത്ര ലോഡ് കൺസംഷൻ ഉണ്ടായിരുന്നു. സോ പ്ലോട്ട് ഓർ സ്കെച്ച് ദ ലോഡ് കർവ് നീറ്റ്ലി. അതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് ഈ 3 ടോപ്പിക്സും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ബിക്കോസ് അതിൻ്റെ എക്സാമിന് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഫോർമുല അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക എപ്പോഴും ലോഡ് ഫാക്ടർ ലെസ് ദാൻ 1ഉം ഡൈവേഴ്സിറ്റി ഫാക്ടർ ബിക്കോസ് ഇറ്റ് ഇസ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആൻസർ വരുമ്പോൾ ചെക്ക് ചെയ്യണം. എനിക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് റീ എൻഷുർ ചെയ്യാൻ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ വെൻ യു സ്റ്റഡി മേക്ക് എ ഷോർട്ട് ഹാൻഡ് നോട്ട്സ് ഓഫ് യുവർ ഫോർമുല. ഓക്കെ, അപ്പോൾ എക്സാമിന് തലേദിവസം അല്ലെങ്കിൽ ടെസ്റ്റ് കയറുന്നതിന് മുമ്പ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഫോർമുലയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും.
ഓക്കെ. പിന്നെ വരുന്നത് ജനറേഷൻ, കൺവെൻഷണൽ, അതായത് ബ്ലോക്ക് സ്കീമാറ്റിക് ഡീറ്റെയിൽസ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, എൻവയൺമെന്റൽ ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്, advantages, disadvantages, hydro, thermal, nuclear, renewable energy, block schematic details, special features, environmental factors, regulation, advantages, disadvantages. So ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറെൻറ്റ് പവർ സോഴ്സസ്, പവർ ജനറേഷൻ സോഴ്സസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിങ്ങും പാർട്സും എല്ലാം അറിഞ്ഞിരിക്കണം. വെദർ ഇറ്റ് ബി ഹൈഡ്രോ ഓർ ന്യൂക്ലിയർ ഓർ തെർമൽ പവർ സ്റ്റേഷൻ, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നീറ്റ് സ്കീമാറ്റിക് ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു വയ്ക്കാം. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് ഇയർ എക്സാമിനർ ചോദിച്ചത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ വിത്ത് എ നീറ്റ് ബ്ലോക്ക് സ്കീമാറ്റിക്. ഇപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ കുറേ പാർട്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ പാർട്സ് ഏതെല്ലാമാണ്? ബോയിലർ, സൂപ്പർ ഹീറ്റർ, ദെൻ എക്കണോമൈസർ, ഓക്കെ, ടർബൈൻ, ഓൾട്ടർനേറ്റർ, കൂളിംഗ് സിസ്റ്റം, എല്ലാ പാർട്സും എല്ലാം നീറ്റായിട്ട് ആദ്യം പോയിന്റ്സ് ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ നീറ്റായിട്ട് അതിൻ്റെ ബ്ലോക്ക് സ്കീമാറ്റിക്കും വരയ്ക്കുക. ഓരോന്നിൻ്റെയും ഫങ്ഷൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ എത്തിക്കൽ ഫാക്ടേഴ്സ്, എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, അതും എല്ലാത്തിൻ്റെയും എല്ലാ ജനറേഷൻ സോഴ്സസിൻ്റെയും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ലാസ്റ്റ് ഇയർ ഈ ഏരിയ എന്ന് ചോദിച്ചത് ന്യൂക്ലിയർ പവർ ജനറേഷൻ്റെ എത്തിക്കൽ ആൻഡ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ന്യൂക്ലിയർ പവർ it poses a danger of the presence of radioactivity, അല്ലേ? അറ്റ്മോസ്ഫിയറിൽ റേഡിയോ ആക്ടിവിറ്റിയുടെ പ്രസൻസ് കാരണം അതൊരു എൻവയൺമെന്റൽ കൺസേൺ തന്നെയാണ്. സോ നമ്മൾ അത് ന്യൂക്ലിയർ പവർ ജനറേഷൻ പ്ലാന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഓൾവേസ് വി ഹാവ് ടു പ്രപ്പോസ് ദ പ്ലാന്റ്സ് ക്വൈറ്റ് അവേ ഫ്രം പോപ്പുലേറ്റഡ് ഏരിയാസ്. പിന്നെ വേസ്റ്റ് ഡിസ്പോസലും, വേസ്റ്റും ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ. അതായത് വേസ്റ്റ് എല്ലാം നിങ്ങൾ ഡീപ്പ് ട്രെഞ്ചസിൽ ബറി ചെയ്യണം, അല്ലെങ്കിൽ ഇൻ സീ അവേ ഫ്രം സീ ഷോസ് നമ്മൾ ബറി ചെയ്യണം. അല്ലെങ്കിൽ എത്തിക്കൽ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വെപ്പൺസ് പ്രൊളിഫറേഷൻ എല്ലാം ന്യൂക്ലിയർ പവർ എനർജീനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫാക്ടറാണ്. അതായത് ഈ ന്യൂക്ലിയർ ഫ്യൂവല് ന്യൂക്ലിയർ വെപ്പൺ ആയിട്ട് പല കൺട്രീസും മിസ്യൂസ് ചെയ്യാം. ഓക്കെ. സോ അതെല്ലാം എത്തിക്കൽ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ചില ഡെവലപ്പിംഗ് നേഷൻസിന് ഈ എനർജി, ന്യൂക്ലിയർ പവർ ടെക്നോളജിയുടെ ഒരു സൗണ്ട് നോളജ് ഒന്നും ഉണ്ടാവില്ല, അവർക്ക് അഫോർഡ് ചെയ്യാനും പറ്റില്ല, ഓക്കെ, ടു ബിൽഡ് ദിസ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. അതേ സമയത്ത് ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ എടുത്താൽ ദേ ഹാവ് എ സൗണ്ട് നോളജ് ഓഫ് ദിസ് ടെക്നോളജി, and there is an unequal distribution, and they are hesitant to share that knowledge to this developing or the less wealthier nations. So there is unequal distribution of resource allocation as well as the nuclear power technology. അപ്പോൾ ഇങ്ങനത്തെ ethical factors എല്ലാം ഓരോ ജനറേറ്റിംഗ് സ്റ്റേഷൻസിലും ഹൈഡ്രോയിലും ഒക്കെ ethical factors, environmental factors ഉണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. കാരണം 3 മാർക്സിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ തിയറി പാർട്സ് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഏരിയയിൽ നിന്ന്. പിന്നെ ഓരോന്നിൻ്റെയും ബ്ലോക്ക് സ്കീമാറ്റിക് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചു പോകണം. ബ്ലോക്ക് സ്കീമാറ്റിക്കും പാർട്സും എഴുതിയാൽ തന്നെ യു വിൽ ഗെറ്റ് ഹാഫ് ഓഫ് ദ മാർക്ക്. ഓക്കെ, യെസ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ എല്ലാം ബ്രീഫായിട്ട് ചെയ്താൽ മതി, വാരി വലിച്ച് എഴുതാൻ നിൽക്കണ്ട. ബിക്കോസ് യുവർ ടൈം വിൽ ബി വേസ്റ്റഡ്. ഓക്കെ, നിങ്ങൾ ടൈമും ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. ബിക്കോസ് ഫസ്റ്റ് മൊഡ്യൂൾ ഇറ്റ്സ് മെജോറിറ്റി തിയോറിറ്റിക്കലാണ്. ജനറേഷൻ ആസ്പെക്ട്സ്, ബ്ലോക്ക് സ്കീമാറ്റിക്, ഡിസ്ക്രിപ്റ്റീവ് ഫീച്ചേഴ്സ് ഒക്കെ എഴുതി വരുമ്പോൾ കുറേ ടൈം എടുക്കും. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ വരച്ച് തന്നെ പഠിക്കുക, സോ ദാറ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല എക്സാമിൻ്റെ ടൈമിൽ. യെസ്. പിന്നെ വരുന്നത് ഇതിൽ ഡിസൈൻ ഓഫ് റൂഫ് ടോപ്പ് ഓഫ് ഓർ ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ ഫാംസ്. ഇതിലെ കോൺസെപ്റ്റ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇയർ ചോദിച്ചത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റൂഫ് ടോപ്പ് ആൻഡ് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ ഫാംസ് ഓർ പവർ പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസസ്, അതിൻ്റെ സ്പേസ് റിക്വയർമെൻറ്റ്, മെയിൻ്റെനൻസ്, എഫിഷ്യൻസി, ദ ഫാക്ടേഴ്സ് എല്ലാം കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. അപ്പോൾ ടേബിളിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് എക്സാമിനറിന് വാല്യൂ ചെയ്യാൻ പറ്റും. ആൻഡ് യു വിൽ ഗെറ്റ് മാർക്സ് ഓൾസോ ഈസിലി. ഇപ്പോൾ എല്ലാം നിങ്ങൾ എഴുതുമ്പോൾ പോയിന്റ്സ് ആയിട്ട് എഴുതാൻ നോക്കുക. ഓക്കെ, സോ ദാറ്റ് ദ എക്സാമിനർ വിൽ ബി ഇംപ്രസ്ഡ്. അപ്പോൾ നിങ്ങൾ പ്രിസൈസ് ആയിട്ട് ലേൺ ചെയ്തിട്ടുണ്ടെന്ന് എക്സാമിനറിന് മനസ്സിലാവും. ആൻഡ് യു വിൽ ഗെറ്റ് മോർ മാർക്സ് ഓൾസോ. യെസ്. ദെൻ ഇതിൽ ചോദിക്കാവുന്നത് സേ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഈ ഏരിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, ബെസ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്, യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്കറിയാം, മൈക്രോ ഗ്രിഡ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിനാരിയോയിൽ
നമുക്ക് റിന്യൂവബിൾ എനർജീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഗ്രിഡിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിന്യൂവബിൾ എനർജി പവർ സോഴ്സസിൻ്റെ എനർജി നമുക്ക് ബെസ്സിൽ സ്റ്റോർ ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇറ്റ് ക്യാൻ അബ്സോർബ് ദ പവർ ഫ്രം ദീസ് റിന്യൂവബിൾ പവർ സോഴ്സസ്, സ്റ്റോർ ഇറ്റ് ആൻഡ് റീഇൻജെക്ട് ഇൻ ടു ദ ഗ്രിഡ് വെനെവർ ദർ ഇസ് എ പീക്ക് ഡിമാൻഡ്. ഓക്കെ, അങ്ങനത്തെ പോയിന്റ്സ് എല്ലാം ഓർത്തിരുന്ന ബെസ്സിൻ്റെ ഫങ്ഷൻസ്, മൈക്രോ ഗ്രിഡ്, സ്മാർട്ട് ഗ്രിഡ്സിൻ്റെ ഡിഫറൻസസ്, കോൺസെപ്റ്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. സോ ഈ ഒരു മൊഡ്യൂള് ആക്ച്വലി വെരി സിമ്പിളാണ്. തിയറി ആസ്പെക്ട്സ് കുറച്ച് അധികം കൂടുതലുണ്ട്. ന്യൂമറിക്കൽസ്, ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഇതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ലോഡ് കർവ് വരയ്ക്കാനും ഈ ഫോർമുലാസ് എല്ലാം മെമ്മറൈസ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇഫ് യു ഹാവ് ടൈം, try and practice drawing the schematic, block schematics for all the generation sources and study the function of each parts of these generation sources. Okay, so that completes your module 1. അപ്പോൾ മൊഡ്യൂൾ 1നെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ വിൽ മൂവ് ഓൺ ടു മൊഡ്യൂൾ 2. സോ മൊഡ്യൂൾ 2ൽ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ആണ്, പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതിൽ മോഡലിംഗ്, നിങ്ങൾക്കറിയാം ട്രാൻസ്മിഷൻ സിസ്റ്റം ലൈൻ മോഡൽ, ട്രാൻസ്മിഷൻ സിസ്റ്റം, പവർ സിസ്റ്റം ട്രാൻസ്മിഷൻ ലൈൻ എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ആൻഡ് എ ഷണ്ട് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് കണ്ടക്റ്റൻസ് അല്ലേ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ലൈൻ പാരാമീറ്റേഴ്സിൽ നിന്ന് ചോദിക്കുന്നത് ഏരിയ ഫ്രം ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസിൽ നിന്നാണ് ഈ മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറ്. സോ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് വെച്ച് നമ്മൾ ലൈനിനെ എങ്ങനെയൊക്കെ മോഡൽ ചെയ്യാം, ഇതിൻ്റെ ഫോർമുലാസ്, ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം, തറോ ആയിട്ട് പഠിച്ചാൽ ഈ മൊഡ്യൂള് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇത്തിരി lengthy module ആണ് as far as derivations and calculations are concerned, but don't skip any portion കാരണം every portion is important. അപ്പോൾ ഇൻഡക്റ്റൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല, ബേസിക് ഫോർമുലയിൽ അപ്പോൾ സിംഗിൾ ഫേസ് 2 വയർ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഇറ്റ് ഇസ് 2 × 10⁻⁻7 ln d/r'. ഓക്കെ, ഇതിൽ r' എന്താണ്? ജോമെട്രിക് മീൻ റേഡിയസ്, ഇറ്റ് ഇസ് 0.7788 r. ഈ കോൺസെപ്റ്റ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ സിംഗിൾ ഫേസ് മാത്രം പഠിച്ചാൽ പോരാ, യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഡെറിവേഷൻ ഓഫ് ഇൻഡക്റ്റൻസ് പെർ ഫേസ് ഓഫ് 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ സിസ്റ്റംസ് ഓൾസോ. ഓക്കെ, അതിൽ തന്നെ വി ഹാവ് വാട്ട് വിത്ത് സിമെട്രിക്കൽ സ്പേസ് കണ്ടക്ടേഴ്സ്. ഓക്കെ, സിമെട്രിക്കൽ സ്പേസിംഗ് ഉള്ള 3 phase conductors, asymmetrical spacing ഉള്ള conductors. ഓക്കെ, സോ ഇപ്പം നേരത്തെ പറഞ്ഞ ഫോർമുല, അതായത് 2 × 10⁻⁻7 ln d/r' വരിക ഫോർ ഇൻഡക്റ്റൻസ് പെർ ഫേസ് കണ്ടക്ടർ ഇൻ 2 phase ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഇവിടെ r' കോൺസെപ്റ്റ്, അതായത് ജോമെട്രിക് മീൻ റേഡിയസിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. യെസ്, ഇത് തെറ്റിക്കരുത്. 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പല സ്റ്റുഡൻസും r' മറന്നു പോലും, 6 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഫോർമുല ആൻസർ തെറ്റും. ദിസ് ഇസ് ഇൻ ഹെൻറി പെർ മീറ്റർ. യൂണിറ്റ്സ് വളരെ വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് ഓൾസോ ഇറ്റ് ഇസ് 0.2 ln dm/ds മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. ഓക്കെ, dm എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ജോമെട്രിക് മീൻ ഡിസ്റ്റൻസ് ആൻഡ് ds is self geometric mean distance. Okay, distance up to which mutual flux linkages are considered ആണ് dm. Self magnetic flux linkages consider ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ds. സോ 3 phase സിസ്റ്റം വരുമ്പോൾ ഈ ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫോർ 3 phase സിസ്റ്റം ഇൻഡക്റ്റൻസ് 3 phase സിസ്റ്റമിൽ ഈ ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സിമെട്രിക്കൽ spacing ആണെങ്കിൽ, symmetrical spacing ആണെങ്കിൽ dm will be equal to d itself. Okay, distance between either of the conductor. അപ്പോൾ 3 phase ഇങ്ങനെ 3 കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ 3 കണ്ടക്ടേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഇവിടെ d തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. dmന് ds 0.7788 r എടുക്കാം, ദാറ്റ് ഇസ് gmr തന്നെ എടുക്കാം. പിന്നെ asymmetrical spacing വരുവാണെങ്കിൽ you have to take dm as what cubic root of d12, d23 and d31. ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചു പോകുന്ന ഫോർമുലാസ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, സോ ഐ വിൽ സജസ്റ്റ് യു ക്യാൻ ലുക്ക് ഇൻ ടു ദ ബുക്ക് ഓഫ് വി കെ മെഹ്ത്ത.
ഓക്കെ ഫോർ ദിസ് ചാപ്റ്റർ. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി കെ മെത്തേഡ് ടെക്സ്റ്റിൽ നിന്ന് ഒരുപാട് പ്രോബ്ലംസും എക്സാമിന് പാറ്റേൺ നോക്കിയാൽ ചോദിച്ച് കണ്ടുവരാറുണ്ട്. സോ വി കെ മെത്തേഡ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. യെസ്. സോ കപ്പാസിറ്റൻസ് നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ തന്നെ ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷനിൽ ലാസ്റ്റ് ഇയർ ചോദിച്ചത് 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ലൈനിലെ ഡെറിവേഷൻ അറിഞ്ഞിരുന്നാൽ അതിൻ്റെ ഫോമുല അറിഞ്ഞിരുന്നാൽ അത് അപ്ലൈ ചെയ്യുന്ന ഒരു ന്യൂമറിക്കലും ലാസ്റ്റ് ഇയർ ചോദിച്ചായിരുന്നു. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ ഫോമുല. ഇപ്പോൾ 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ഫുള്ളി ട്രാൻസ്പോസ്ഡ് 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ലൈനിൻ്റെ ഡെറിവേഷൻ നോക്കുക. ഫോർ ഇൻഡക്റ്റൻസ് ആസ് വെൽ as കപ്പാസിറ്റൻസ് രണ്ട് നോക്കി വെക്കുക. ഇൻഡക്റ്റൻസിൻ്റെ ലാസ്റ്റ് ഇയർ ചോദിച്ചതാണ്. സോ ദിസ് ടൈം you can expect a numerical from this portion. Okay. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. യെസ്. സോ 3 ഫേസ് ഡബിൾ സർക്യൂട്ട് 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ. അതായത് ഫുള്ളി ട്രാൻസ്പോസ്ഡ് ഇവിടെ A1 B1 C1 C2 A2 B2 ഇങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഡക്റ്റൻസ് പെർ ഫേസ് ഇതിലും കോൺസെപ്റ്റ് ഓഫ് ആക്ച്വലി ഇറ്റ് ഇസ് 0.2 ln mutual geometric equivalent mutual geometric mean distance by actually it is GMRL by GMRL. ഓക്കെ. ഇതിൽ DM നമ്മൾ കാണേണ്ടത് ദിസ് ഇസ് ഇക്വാലൻറ്റ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെല്ലാം പഠിച്ചതായിരിക്കും. ജസ്റ്റ് റിവൈസിങ് ഇറ്റ്. ഓക്കെ. ഇക്വാലൻറ്റ് മ്യൂച്വൽ ജോമെട്രിക് മീൻ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് കാണണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ക്യൂബിക് റൂട്ട് ഓഫ് DAB DBC DCA. അതുപോലെ തന്നെ GMRL ഇക്വാലന്റ് ജോമെട്രിക് മീൻ റേഡിയസ് കാണണമെങ്കിൽ 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ലൈനിൻ്റെ ഈ ഫോമുലയാണ്. ഇറ്റ് ഇസ് ക്യൂബിക് റൂട്ട് ഓഫ് DSA DSB DSC. ഈ ഓരോ ടേംസും കാണാനെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് DAB DBC DCA ഇതിനെല്ലാം സെപ്പറേറ്റ് ഡെറിവേഷൻസ് ആൻഡ് ഫോമുല ഉണ്ട്. സോ അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി തന്നെ തറോ ആയിട്ട് ഈ ഏരിയ ഒന്ന് പഠിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ക്രിസ്പായിട്ട് പറഞ്ഞു തരുന്നുള്ളൂ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ എംഫസൈസ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ ദാറ്റ് ഇസ് 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ലൈൻ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ബിക്കോസ് ഇറ്റ് ഇസ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് യു ക്യാൻ ഗോ റോങ്. അപ്പോൾ ഇതൊരു 2 വട്ടം എഴുതി ഡെറിവേഷൻ പഠിച്ച് ഫോമുല നന്നായിട്ട് മെമ്മറൈസ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഓക്കെ. സോ കപ്പാസിറ്റൻസിൻ്റെ ഇപ്പോൾ ഇത് നമ്മൾ ഇൻഡക്റ്റൻസിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്തത്. കപ്പാസിറ്റൻസിൻ്റെ കേസിലും ഈ എല്ലാ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് നിങ്ങൾ എടുക്കണം. സിംഗിൾ ഫേസ് 2 വയർ ലൈൻ, കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, കപ്പാസിറ്റൻസ് ടു ന്യൂട്രൽ, ഇതിൻ്റെ ഫോമുലാസിലെല്ലാം വ്യത്യാസമുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ. 2πε0/ln/d/r. ഓക്കെ. അതിൽ ജോമെട്രിക് മീൻ റേഡിയസിൻ്റെ കൺസെപ്റ്റേ ഇല്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സും റേഡിയസും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. യെസ്. പിന്നെ അതുപോലെ തന്നെ 3 ഫേസ് കോൺഫിഗറേഷൻ വിത്ത് സിമെട്രിക്കൽ സ്പേസിംഗ് അസിമെട്രിക്കൽ സ്പേസിംഗ് എല്ലാം കപ്പാസിറ്റൻസും ബാധകമാണ്. അത് ഇൻഡക്റ്റൻസ് പഠിച്ച പോലെ തന്നെ കപ്പാസിറ്റൻസും ഡെറിവേഷൻ വിത്ത് കാൽക്കുലേഷൻസ് നോക്കി പഠിക്കുക. ന്യൂമറിക്കൽസ് സോൾവ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ. സോ ഈ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് നിങ്ങൾ തറവാണെങ്കിൽ മൊഡ്യൂൾ 2ന്റെ ഹാഫ് ജോബ് ഡൺ ആണ്. യു വിൽ ബി ഏബിൾ ടു സ്കോർ ഫുൾ മാർക്സ് ആക്ച്വലി. യെസ്. പിന്നെ വരുന്നത് ട്രാൻസ്മിഷൻ ലൈൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാം. ഷോർട്ട് ലൈൻ, മീഡിയം ലൈൻ, ലോങ് ലൈൻ ട്രാൻസ്മിഷൻ ആയിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഓരോ ലൈൻ മോഡൽസിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ABCD പാരാമീറ്റേഴ്സ് ഡിറൈവ് ചെയ്ത് പഠിച്ചതാണ്. സോ ആ പോർഷൻസ് എല്ലാം ഒന്ന് നിങ്ങൾ ടെക്സ്റ്റിൽ ഒന്നുകൂടെയും ഡെറിവേഷൻസ് നോക്കി വായിച്ച് പഠിച്ച് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഷോർട്ട് ലൈനിൻ്റെ ABCD പാരാമീറ്റേഴ്സ് നമ്മൾ റെസിപ്രോക്കൽ ആൻഡ് സിമെട്രിക്കൽ ആണെന്നൊക്കെ പഠിച്ചായിരുന്നു. ABCD പാരാമീറ്റേഴ്സ് ഓർത്തിരിക്കുക. 1 Z0 1. ഓക്കെ. മീഡിയം ലൈനും നമ്മൾ 2 മോഡൽസ് ഓഫ് ട്രാൻസ്മിഷൻസ് ലൈൻ പഠിച്ചാണ്. T മോഡൽ ആസ് വെൽ എസ് പൈ മോഡൽ. ഓക്കെ. T മോഡൽ, പൈ മോഡൽ. ഈ 2 ട്രാൻസ്മിഷൻ ലൈൻ മോഡലിൻ്റെയും ഫേസർ ഡയഗ്രാംസ് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ നോക്കി പോവുക. രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ABCD പാരാമീറ്റേഴ്സും വ്യത്യാസമുണ്ട്. ഓക്കെ. പിന്നെ ഈ ഒരു സെഷനിൽ നിന്ന് ലാസ്റ്റ് ഇയർ ചോദിച്ചത് ലോങ് ലൈൻ ട്രാൻസ്മിഷൻ
ഡെറിവേഷൻ ആണ്. അതായത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഇൻവോൾവ് ചെയ്തുള്ള ABCD പാരാമീറ്റേഴ്സ് 2 പോർട്ട് നെറ്റ്വർക്ക് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഡെറിവേഷൻ ആണ്. സോ ഇതാണ് ബൈ ഒരു പ്രോബബിലിറ്റി യു ക്യാൻ എക്സ്പെക്ട് ദ ക്വസ്റ്റ്യൻ ഫ്രം മീഡിയം ലൈൻ. ജസ്റ്റ് പ്രോബബിലിറ്റി എല്ലാം പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ മീഡിയം ലൈൻ ഏതെങ്കിലും T മോഡൽ ആ പൈ മോഡലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡെറിവേഷൻ വിത്ത് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ന്യൂമറിക്കൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ 2 മോഡൽസും ഒന്ന് എംഫസൈസ് ചെയ്ത് പഠിച്ചോളൂ. യെസ്, ഡെറിവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നിന്ന് മെയിൻ ആയിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ്, അതായത് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് വിത്ത് ഡെറിവേഷൻസ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഡോണ്ട് സ്കിപ്പ്, റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക് and revise it before the actually exam date. And numericals നല്ലോണം ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ. ആൻഡ് പിന്നെ ലൈൻ മോഡലിംഗ്, അതായത് ക്ലാസിഫിക്കേഷൻ, ഷോർട്ട്, മീഡിയം, ലോങ് ലൈൻ. അതിൻ്റെ ABCD പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ അറിയാമെങ്കിൽ എളുപ്പമായിട്ട് ABCD പാരാമീറ്റേഴ്സ് KVL കോൺസെപ്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ. ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. ബട്ട് വെൻ യു സ്റ്റഡി ദ ഡെറിവേഷൻ, whenever you find an answer, അതൊരു ഷോർട്ട് ഹാൻഡ് ഫോമുല ബോക്സ് ചെയ്ത് എഴുതി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തെറ്റിയാലും പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. യെസ്. സോ മൊഡ്യൂൾ 2 കവേഴ്സ് യുവർ ട്രാൻസ്മിഷൻ ആസ്പെക്ട്സ്. അതിൽ മോഡലിംഗ് ആസ്പെക്ട്സ് ആണ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈൻ. ഓക്കെ. സോ ഈ ഒരു പിന്നെ ചിലപ്പോൾ ഇതിന് 3 മാർക്സിനെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പോസിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈക്വലൈസിങ് ദ വോൾട്ടേജ്, ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി, റെഡ്യൂസിങ് ദ ഇന്റർഫറൻസ് വിത്ത് യുവർ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്, അതെല്ലാം അങ്ങനത്തെ പോയിന്റ്സ് എല്ലാം തിയറി പാർട്ടും ജസ്റ്റ് ടെക്സ്റ്റ് ബുക്സ് വായിച്ച് അണ്ടർലൈൻ ചെയ്ത് മെമ്മറൈസ് ചെയ്ത് പോവുക. ഓക്കെ. യെസ്. സോ മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 വി ഹവ് സീൻ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ വിൽ മൂവ് ഓൺ ടു മൊഡ്യൂൾ 3. യെസ്. അതിൽ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതിൻ്റെ കുറച്ച് തിയറി ആസ്പെക്ട്സ്, കാൽക്കുലേഷൻ ഓഫ് സാഗ് ആൻഡ് ടെൻഷൻ. ഓക്കെ. സാഗിൻ്റെ ഫോമുല, ബേസിക് ഫോമുല നമ്മൾ പഠിച്ചാണ്. S is equal to WL²/AT. It is always inversely proportional to the tension the conductors. W weight per meter and L is the length of the span. ആൻഡ് നമ്മൾ ഇഫക്റ്റ് ഓഫ് ഐസ് ആൻഡ് വിൻഡ് ലോഡിങ്ങും സാഗിൻ്റെ പഠിച്ചതാണ്. സോ ആ പോർഷൻസ് എല്ലാം നന്നായിട്ട് റിഫ്രഷ് ചെയ്ത് വിത്ത് ഡെറിവേഷൻ പഠിക്കുമ്പോൾ ഡെറിവേഷൻ എഴുതി പോയി തന്നെ നോക്കി പോവുക. ഓക്കെ. ദെൻ അതിൽ നിന്ന് ലാസ്റ്റ് ഇയർ essay ന്യൂമറിക്കൽസ് ചോദിച്ചായിരുന്നു, ഇഫക്റ്റ് ഓഫ് ഐസ് ആൻഡ് വിൻഡ് ലോഡിങ്. ഓക്കെ. ഇഫക്റ്റ് ഓഫ് ഐസ് ആൻഡ് വിൻഡ് ലോഡിങ്. അപ്പോൾ ഇതും VK മെഹത്തയുടെ ടെക്സ്റ്റിൽ number of numericals are solved. So just refer to the textbook problems. അത് തന്നെയാണ് ലാസ്റ്റ് ഇയർ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിരുന്നത് ഫോർ KTU exam. സോ പിന്നെ വരുന്നത് ഇൻസുലേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരു 3 മാർക്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, പിൻ ടൈപ്പ്, സസ്പെൻഷൻ ടൈപ്പ്, ഷാക്കിൾ ടൈപ്പ്, സ്ട്രെയിൻ, സ്റ്റേ ഇൻസുലേറ്റേഴ്സ് എല്ലാം നോക്കി പോവുക. എൻ്റെ തിയറി കോൺസെപ്റ്റ്സ് ജസ്റ്റ് മനസ്സിലാക്കുക. സ്കെച്ചസും പറ്റുവാണെങ്കിൽ ഒന്ന് വരച്ച് പഠിച്ചു നോക്കുക. ആൻഡ് സ്ട്രിങ് എഫിഷ്യൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സ്ട്രിങ് എഫിഷ്യൻസിയുടെ ഫോമുല, വോൾട്ടേജ് അക്രോസ് ദ എൻറ്റയർ സ്ട്രിങ് ബൈ N number of disk into voltage across the disk nearest to the power conductor. അതാണ് സ്ട്രിങ് എഫിഷ്യൻസി. ഏതെല്ലാം മെത്തേഡ്സ് വഴിയാണ് നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി ഇൻസുലേറ്റേഴ്സിൽ ഇംപ്രൂവ് ചെയ്യാം എന്നും പഠിച്ചിട്ട് പോവുക അല്ലേ. നമ്മൾ കുറേ മെത്തേഡ്സ് പഠിച്ചു. യൂസിങ് ലോങ്ങർ ക്രോസ് ആംസ്, ദെൻ യൂസിങ് കപ്പാസിറ്റൻസ്, ഗ്രേഡഡ് ഇൻസുലേറ്റഡ് ഡിസ്ക്, ഓർ യു ക്യാൻ യൂസ് ഗാർഡ് റിങ്സ്. അങ്ങനത്തെ പല മെത്തേഡ്സ് വെച്ച് നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ്സും അതിൻ്റെ കുറച്ച് പോയിന്റ്സും എല്ലാം ഒന്ന് റീകളക്ട് ചെയ്തിട്ട് പോവുക. പിന്നെ വരുന്നത് കൊറോണയിൽ നിന്നും ചിലപ്പോൾ 3 മാർക്സിന് നിങ്ങൾക്ക് പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. തിയറി ഓഫ് ഫോർമുലേഷൻ ഓഫ് കൊറോണ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് കൊറോണ, സൈസ് ഓഫ് ദ കണ്ടക്ടർ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, വോൾട്ടേജ് ഓഫ് ദ കണ്ടക്ടർ, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഏത് രീതിയിലെല്ലാം കൊറോണ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നതെന്ന് പഠിക്കുക. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് കൊറോണ, ഓക്കെ, അത് നമ്മൾ പഠിച്ചാണ്. യൂസിങ് ലാർജ് സൈസ് കണ്ടക്ടേഴ്സ്, ഇൻക്രീസിങ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, യൂസിങ് ബണ്ടിൽ കണ്ടക്ടേഴ്സ്, ACSR കണ്ടക്ടേഴ്സ്, ഇതെല്ലാം കൊറോണയെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൊറോണയായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ടേംസ്, ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ്, വിഷ്വൽ ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ്, ഈ ടേംസും ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് തിയറി പാർട്ട് നോക്കിയിട്ട് പോവുക. അതിൽ നിന്ന് ചിലപ്പോൾ 3 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരും. സോ ആ പോർഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഈസി പാർട്സ് ആണ്. ദെൻ നമുക്ക് വരുന്നത് അനദർ തിയറി ആസ്പെക്ട്, സർജ് ഇംപെഡൻസ് ലോഡിംഗ്, സിൽ,
Okay, surge impedance loading. V is into VR by surge impedance. Surge impedance നമുക്ക് അറിയാം root of L by C. Okay, the load at which inductive reactive volt amperes equal and cancels the capacitive reactive volt amperes. Okay, അതെല്ലാം നിങ്ങൾക്ക് അറിയാം. സർജ് ഇംപെഡൻസ് ലോഡിംഗ് എല്ലാം നമ്മൾ എംഫസൈസ് ചെയ്ത് പഠിച്ചാണ്. പിന്നെ വരുന്നത് സീരീസ് ആൻഡ് ഷണ്ട് കോമ്പൻസേഷൻ. സീരീസ് ആൻഡ് ഷണ്ട് കോമ്പൻസേഷനിൽ സീരീസ് കോമ്പൻസേഷനിൽ നമ്മൾ റിയാക്ടൻസ് അല്ലെങ്കിൽ ഇൻഡക്ടർ നമ്മൾ സീരീസ് ആയിട്ട് ലൈനിൽ കൊടുക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കാനും നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും എഫിഷ്യൻസി ലൈനിൻ്റെ കൂട്ടാനും പറ്റും. അതുപോലെ തന്നെ ഷണ്ട് കോമ്പൻസേഷനിൽ ഇഫ് യു വാണ്ട് ടു ഇൻജെക്ട് ദ റിയാക്റ്റീവ് power into the system when the system consumes more of lagging reactive loads, you can use shunt compensation by connecting shunt capacitive banks across the load. Okay, so all concepts എല്ലാം ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിൽ കുറച്ച് തിയറി പാർട്സ് കയറി വരാം. അപ്പോൾ ഈ ഒരു പോർഷൻ എല്ലാം ഈ ബ്ലൂ ലൈനിലെല്ലാം 3 മാർക്സിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഇസ് തിയറി. അപ്പോൾ പോയിന്റ്സ് ആയിട്ട് എഴുതാവുന്ന പോർഷൻസേ ഉള്ളൂ. ഇതിൽ നിന്ന് സാഗിന്ന് മാത്രമാണ് ന്യൂമറിക്കൽസ് വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കൊറോണ മേ ബി പവർ ലോസിന്റെ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം, ബട്ട് റെയർ ചാൻസ് ഉള്ളൂ. സ്ട്രിങ് എഫിഷ്യൻസി ദർ ക്യാൻ ബി ചാൻസ് ഫോർ യു എക്സ്പെക്ടിങ്. ഇപ്പം ഈ വർഷം ന്യൂമറിക്കൽസ് സ്ട്രിങ് എഫിഷ്യൻസിയുടെ പാർട്ടിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിന്റെ ഫോർമുല പഠിക്കണം. ഓക്കെ, കെ എന്ന ഫാക്ടറൊക്കെ ഓർത്തിരിക്കുക. സ്ട്രിങ് എഫിഷ്യൻസിയിൽ കെ ഫാക്ടേഴ്സ് കമ്മിങ്. യെസ്, അതെല്ലാം ഓർത്തിരിക്കുക. ദെൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ്, അതിൻ്റെ റേറ്റിംഗ്സ്, ക്ലാസിഫിക്കേഷൻ, പല രീതിയിൽ നമുക്ക് കേബിൾസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ദേ ഹാവ് എ കോർ, ദെൻ ഷീറ്റ്, ഓക്കെ, ഡയലക്ട്രിക് മീഡിയം, അങ്ങനത്തെ പാർട്സ് എല്ലാം നോക്കി പോവുക. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അണ്ടർഗ്രൗണ്ട് കേബിൾസിനെ ബേസ്ഡ് ഓൺ ദ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ കേബിൾസ്, ലൈക്ക് ഹൈ വോൾട്ടേജ്, മീഡിയം, സൂപ്പർ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, എക്സ്ട്രാ ഹൈ വോൾട്ടേജ്, എക്സ്ട്രാ സൂപ്പർ വോൾട്ടേജ്, അതിൻ്റെ പല റേറ്റിംഗ്സ് ആയിട്ട് നമുക്ക് വോൾട്ടേജ് റേറ്റിംഗ്സിൽ കേബിൾസിനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ദ ടൈപ്പ് ഓഫ് ദ കോർ വി ക്യാൻ ക്ലാസിഫൈ ദ അണ്ടർഗ്രൗണ്ട് കേബിൾസ്. സോ ഈ കോൺസെപ്റ്റ്സ് എല്ലാം ജസ്റ്റ് മനസ്സിൽ വയ്ക്കുക. ഈവൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ടൈം, യു ക്യാൻ സ്കിപ്പ്, മേ ബി കേബിൾസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പഠിക്കാം. പക്ഷേ ബേസിക് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കുക. ഈവൻ ഇഫ് യു സ്കിപ്പ്, നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളുടെ ഓൺ പോയിന്റ്സിൽ എഴുതാൻ പറ്റും ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കവർ ദ പോർഷൻ. ഓക്കെ, കാരണം വാസ്റ്റ് പോർഷൻസ് ആണ്. ഈ തേർഡ് മൊഡ്യൂളിൽ കുറേ തിയറി ആസ്പെക്ട്സ് വരുന്നുണ്ട്. സോ സംടൈംസ് യു മേ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ഓൾ ദ ടോപ്പിക്സ് for your revision. So but understand the concepts. എന്തെല്ലാമാണ്, what are the functions എന്നൊരു റഫ് ഐഡിയ അല്ലെങ്കിൽ ഒരു പെരിഫറൽ സ്റ്റഡി എങ്കിലും നടത്തിയിട്ട് പോവാം. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് EHV, EHV-AC, HV-DC transmission line. What is why HV-DC transmission line systems are preferred over long distance transmission? What is the break-even distance? അപ്പോൾ 600 to 800 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ HV-DC systems എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് കണ്ടിട്ടുണ്ട്. HV-DC ആൻഡ് AC transmission line system comparison. പിന്നെ flexible AC transmission system, that is FACS. FACSന്റെ പ്രിൻസിപ്പിൾ എന്താണ്? പവർ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ഫുള്ളി നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ, AC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഇഫ് യു ആർ ഏബിൾ ടു അച്ചീവ് ഫുൾ കൺട്രോളബിലിറ്റി ഓഫ് ദ പവർ ട്രാൻസ്മിഷൻ ഓർ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പവർ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നോളജീനെയാണ് നമ്മൾ ഫാക്സ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഫാക്സ് ഡിവൈസസിൽ ഡീപ്പായിട്ടൊന്നും പോകേണ്ട, കോൺസെപ്റ്റ്സ്, ബേസിക് ഡിവൈസസ് ഏതൊക്കെയാണ്, TCR, TSC, STATCOM, അതിൻ്റെ ഫങ്ഷൻസും ബ്രീഫായിട്ട് നീറ്റ് ബ്ലോക്ക് സ്കീമാറ്റിക് അല്ലെങ്കിൽ സർക്യൂട്ട് ഒക്കെ നോക്കിയിട്ട് പോവാം. അപ്പോൾ ഫാക്സ് ചിലപ്പോൾ ഈ ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് HV-AC ആൻഡ് DC ആണ് ലാസ്റ്റ് ഇയർ ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ടൈം യു മൈറ്റ് എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ഫാക്സ്. അതിൻ്റെ പ്രിൻസിപ്പൽ, ക്ലാസിഫിക്കേഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കിയിട്ട് പോവാം. So that completes your third module. Okay, third module is actually I would say കുറച്ചും കൂടെ തിയോറിറ്റിക്കൽ അപ്രോച്ച് ആണ്. ഓക്കെ, മെയിനായിട്ട് പ്രോബ്ലംസ് വരുന്നത് സ്ട്രിങ് എഫിഷ്യൻസി പാർട്ടും സാഗിന്നുമാണ്. അപ്പോൾ അത് രണ്ടും കുറച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാം. ചിലപ്പോൾ അത് SAയിൽ കയറി വരാം. സോ കുറച്ചുകൂടെ വെയിറ്റേജ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാൻ ഈ മൊഡ്യൂളിൽ നിന്ന് പറ്റും. ബാക്കിയെല്ലാം തിയറി റിഫ്രഷ് ചെയ്തിട്ട് പോവാം. ഓക്കെ, തിയറിയുടെ കോൺസെപ്റ്റ്സ് റിഫ്രഷ് ചെയ്തിട്ട് പോവാം. എന്തായാലും നിങ്ങൾക്ക് 3 മാർക്സിലും ഈ ഒരു മൊഡ്യൂളിലെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ വന്നിട്ട് സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അനദർ ഇമ്പോർട്ടൻറ്റ് essential part of the power system. As a
പവർ സിസ്റ്റം എഞ്ചിനീയർ നമുക്ക് സിസ്റ്റത്തിന് എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്യാനുള്ള ടെക്നിക്സ് അറിഞ്ഞിരിക്കണം. സോ അതിന് നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന രണ്ട് ഡിവൈസസ് ആണ് സർക്യൂട്ട് ബ്രേക്കറും റിലേസും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മൊഡ്യൂള് KTU ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതിന് വാട്ട് ഇസ് എ നീഡ് ഫോർ പ്രൊട്ടക്ഷൻ ഇൻ ആ പവർ സിസ്റ്റം, പിന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, റേറ്റിംഗ്സ്, ഓക്കെ റേറ്റിംഗ്സ്, സെലക്ഷൻ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ, ദറ്റ് ഇസ് ദെൻ സർക്യൂട്ട് ബ്രേക്കറായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർക്ക് എക്സ്റ്റൻഷൻ മെത്തേഡ്സ്, ഹൈ റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസ് മെത്തേഡ്, അതിലോട് വരുന്ന ടേംസ്, ദാറ്റ് ഇസ് റിക്കവറി വോൾട്ടേജ്, ദെൻ ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ നോക്കിയിട്ട് പോവാം. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, ട്രിപ്പിൾ RV, റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഈ മൂന്ന് ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ചിലപ്പോൾ 3 മാർക്സിന് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഓൾ ദീസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഡിഫൈൻ ഓൾ ദീസ് 3 വോൾട്ടേജസ് വിത്ത് റെഫറൻസ് ടു സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, പിന്നെ ബ്രേക്കിംഗ് കപ്പാസിറ്റി, മേക്കിംഗ് കപ്പാസിറ്റി, അതിൻ്റെയൊക്കെ പവർ ഫോർമുല ഓക്കെ റിവൈസ് ചെയ്തിട്ട് പോവുക. മേക്കിംഗ് കപ്പാസിറ്റി ഓൾവേസ് 2.55 ടൈംസ് ബ്രേക്കിംഗ് കപ്പാസിറ്റി, അതൊക്കെ റീകളക്ട് ചെയ്യുക. ഓക്കെ, സോ പിന്നെ ഇതിൽ നിന്ന് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ, SF6 വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ, അതൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി നിങ്ങൾ ചെയ്യേണ്ടി വരും. SF6 സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒക്കെ ചേംബർ സഹിതമുള്ള സ്കീമാറ്റിക് നന്നായിട്ട് വരച്ച് പഠിച്ച് പോവുക. ഓക്കെ, ആൻഡ് അതിൽ നിന്നുള്ള തിയറി പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ട് മെമ്മറൈസ് ചെയ്തിട്ട് തന്നെ പോവുക. ഇപ്പോൾ ലാസ്റ്റ് ഇയർ SF6 സർക്യൂട്ട് ബ്രേക്കറിന് നീഡ് സ്കെച്ച് വിത്ത് നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചത്. പിന്നെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ ചിലപ്പോൾ ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ലാസ്റ്റ് ഇയർ SF6 ആണ് ചോദിച്ചുകൊണ്ട്. സംടൈംസ് SF6 റിപ്പീറ്റ് ചെയ്യാം, അപ്പോൾ ഡോണ്ട് സ്കിപ്പ് SF6, പക്ഷെ കുറച്ച് ഇംഫസിസ് വാക്യൂം സർക്യൂട്ട് ബ്രേക്കറിന് കൊടുത്തോളൂ. ദെൻ പിന്നെ വരുന്നത് റിലേസ്. സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ ഇത്രയും പാർട്സ് ആണ്. റിലേസ്, പ്രൊട്ടക്റ്റീവ് റിലേസിൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് റിലേസ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്, ഇലക്ട്രോ മെക്കാനിക്കൽ, സ്റ്റാറ്റിക് ആൻഡ് മൈക്രോ പ്രോസസർ ബേസ്ഡ് ന്യൂമറിക്കൽ റിലേസ്. അപ്പോൾ ഈ മൂന്നും ഇപ്പോൾ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ് ഇപ്പോൾ ഒബ്സലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം നമ്മുടെ സിസ്റ്റം ഇപ്പോൾ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വി നീഡ് ഫാസ്റ്റ്, ആക്യുറേറ്റ് ആസ് വെൽ ആസ് റിലയബിൾ മെക്കാനിസംസ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നിക്സും പ്രൊട്ടക്ഷൻ സ്കീംസും റിലേസ്, അതായത് കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസർ ബേസ്ഡ് സെൻസിങ് ഡിവൈസസ് വച്ച് നമ്മൾ റിലേസിനെ ഇപ്പോൾ കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സേ സ്റ്റാറ്റിക് റിലേ ആൻഡ് മൈക്രോ പ്രോസസർ റിലേ ചോദിക്കാം. ലാസ്റ്റ് ഇയർ ചോദിച്ചത് മൈക്രോ പ്രോസസർ ടൈപ്പ് റിലേൻ്റെ essay ആയിരുന്നു, 7 മാർക്സിനാണ് തോന്നുന്നു. അതും നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അതിൻ്റെ വർക്കിങ്ങും സ്കീമാറ്റിക്കും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. പിന്നെ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേസ്, ഓവർ കറന്റ് റിലേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ്, ഓവർ കറന്റ്, ഡിഫറൻഷ്യൽ, ദെൻ ഡയറക്ഷണൽ റിലേസ്, ഡിസ്റ്റൻസ് റിലേസിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. റിലേ, റിയാക്ടൻസ് റിലേ, ഇംപെഡൻസ് റിലേ, ഓരോന്നിൻ്റെ ഫങ്ഷൻസ് ഏതിലൊക്കെ ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡയഗ്രാം, റിലേ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് യൂണിവേഴ്സൽ റിലേ ടോക്ക് ഇക്വേഷൻ ബേസ് ചെയ്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന റിലേ ക്യാരക്ടറിസ്റ്റിക്, ഏത് റീജിയനിലാണ് റിലേ, ഓരോ റിലേസും ഓപ്പറേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓരോ റിലേസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. പിന്നെ ഡിഫറൻഷ്യൽ റിലേ കുറച്ചും കൂടെ നിങ്ങളൊന്ന് എംഫസൈസ് ചെയ്ത് പഠിച്ചോളൂ, കാരണം അത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഡിഫറൻഷ്യൽ റിലേസ് പല പ്രൊട്ടക്ഷൻ സിസ്റ്റംസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വെദർ ഇറ്റ് ബി ഓൾട്ടർനേറ്റേഴ്സ് ഓർ ട്രാൻസ്ഫോമേഴ്സ് or in the case of bus bars നമ്മൾ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രൊട്ടക്റ്റഡ് സോണിൻ്റെ രണ്ട് അപ്പുറവും നമ്മൾ CTs കണക്ട് ചെയ്ത് റിലേ ഓപ്പറേറ്റിംഗ് കോയിലിലേക്ക് കണക്ട് ചെയ്യും. ആൻഡ് ഇഫ് ദർ ഇസ് എ ഫോൾട്ട് ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദ കറന്റ് ത്രൂ ദ 2 ends of the protected zone and that will be reflected in the relay operating coil and it will trip the relay and the relay will work. ഇത്രയും ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചിരുന്ന ഏത് വെദർ ഇറ്റ് ബി ജനറേറ്റർ ഓർ ട്രാൻസ്ഫോമർ ഓർ when it comes to your ബസ് ബാർ, ഡിഫറൻഷ്യൽ റിലേസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫറൻഷ്യൽ റിലേസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഡിസ്റ്റൻസ് റിലേസിൽ വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, നമുക്കറിയാം റിയാക്ടൻസ്, ഇംപിഡൻസ് ആൻഡ് മോർ റിലേസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ്, റിലേ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ടോക്ക് ഇക്വേഷൻ പ്ലോട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. യൂണിവേഴ്സൽ ടോക്ക് ഇക്വേഷൻ, ഓക്കെ, യൂണിവേഴ്സൽ ടോക്ക് ഇക്വേഷൻ
voltage current cos theta minus tau, tau is the relay torque angle theta, difference between voltage and current. The equations allam relay parts il varunana. I know it is a bit complicated, but whichever part you are studying from relay session, study it thoroughly and deeply. Okay, കാരണം ചിലപ്പോൾ അത് എസ്സേസിൽ വന്നാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒന്നും അറ്റംപ്റ്റ് ചെയ്യാതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ റിലേസ് കുറച്ചും കൂടെ കമ്പയർ ടു സർക്യൂട്ട് ബ്രേക്കർ ഐ വുഡ് സേ കുറച്ചും കൂടെ എംഫസിസ് കൊടുത്ത് ടൈം കൊടുത്ത് തന്നെ പഠിച്ചു പോവുക. പിന്നെ ലാസ്റ്റ് ഇയർ ചോദിച്ചത് കോസസ് ഓഫ് ഓവർ വോൾട്ടേജസ് ഇൻ എ പവർ സിസ്റ്റം വാട്ട് ആർ അത് 3 മാർക്സിന് ചോദിച്ചു. അത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു അല്ലേ. ലോഡ് സഡൻ ആയിട്ട് റിമൂവ് ചെയ്താലോ അല്ലെങ്കിൽ ലൈറ്റ്നിങ് സ്ട്രോക്സ് വന്നാലോ സർജസ് വന്നാലോ ഒക്കെ ഫെറാൻറ്റി ഇഫക്റ്റ് കാരണമൊക്കെ വോൾട്ടേജസ് നമ്മുടെ സിസ്റ്റത്തിൽ ചാൻസ് കൂടുതലാണ് ഓവർ വോൾട്ടേജ് ആയിട്ട് വരാൻ. സോ അതെല്ലാം നോക്കുക. പിന്നെ ഇൻസുലേഷൻ കോർഡിനേഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, പവർ ലൈൻ കാരിയർ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മുടെ ടെലിമീറ്ററിംഗ് ടെലി കമ്മ്യൂണിക്കേഷൻ മീറ്ററിംഗ് സർക്യൂട്ട്സിലെല്ലാം PLCC ആണ് നമ്മുടെ സബ്സ്റ്റേഷൻസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ലാസ്റ്റ് ഇയർ 3 മാർക്ക് ക്വസ്റ്റ്യന് ചോദിച്ചാണ്. 3 മാർക്ക് ഓർ എസ്സേയിലാണോ എന്ന് അറിയില്ല. സോ അതും ഇമ്പോർട്ടൻസ് ഓഫ് ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ തിയറി വായിച്ചിട്ട് പോവുക. പിന്നെ സംടൈംസ് ഇത്തവണ സ്റ്റാൻഡേർഡ്സ് IEC 61850 സ്റ്റാൻഡേർഡ്. സോ ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് വിച്ച് ഡിഫൈൻസ് ദ പ്രോട്ടോകോൾ ഫോർ ഇൻസ്റ്റാളിംഗ് ഇന്റലിജന്റ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതായത് IEDs എല്ലാം ഇപ്പോൾ സബ്സ്റ്റേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെല്ലാം എന്തെല്ലാം റൂൾസിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണേ ആ സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യാനാണ് IEC 61850. സോ അതിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ്സും ഫീച്ചേഴ്സും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോവാം. So module 4 I would say it's a difficulty in terms of the vastness of the syllabus. കാരണം സർക്യൂട്ട് ബ്രേക്കേഴ്സിന് തന്നെ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കുറേ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് SF6 വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് അതിൻ്റെ റേറ്റിംഗ്സും കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. ആൻഡ് സോ നിങ്ങളത് 2 ദിവസമോ അല്ലെങ്കിൽ 3 ഡേയ്സോ പ്ലാൻ ചെയ്തിട്ട് ഈ മൊഡ്യൂളിനെ സ്പ്ലിറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നല്ല ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. കാരണം ഇത് ഇത്തിരി റീകളക്ട് ചെയ്യാൻ കുറച്ച് അധികം വരുന്ന മൊഡ്യൂളാണ്. സോ മൊഡ്യൂൾ നിങ്ങളിപ്പോൾ പവർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പഠിക്കാൻ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് മൊഡ്യൂൾ 4 ബിക്കോസ് ഇറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയാസ് എല്ലാം ഫോക്കസ് ചെയ്ത് തന്നെ നോക്കുക. യെസ്, സോ ലാസ്റ്റ് മൊഡ്യൂൾ വിൽ ഗോ ടു 5th മൊഡ്യൂൾ, that is power distribution system. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ജനറേഷൻ ആസ്പെക്ട്സ്, സെക്കൻഡ് മൊഡ്യൂളിൽ തേർഡ് മൊഡ്യൂളും ട്രാൻസ്മിഷൻ ആസ്പെക്ട്സ്, ഫോർത്ത് മൊഡ്യൂളിൽ ഇതിനെല്ലാം വേണ്ടുന്ന പ്രൊട്ടക്ഷൻ ആസ്പെക്ട്സ് ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഈ ഒരു മൊഡ്യൂൾ ആക്ച്വലി പ്രിറ്റി സിമ്പിൾസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. AC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആസ് വെൽ ആസ് DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ആൻഡ് ഇതിൽ മെയിനായിട്ട് ചോദിക്കുക വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻസ് ഒക്കെ അറിയാം അല്ലേ. ഫീഡർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റേഷനിൽ നിന്ന് ലോഡ് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന കണ്ടക്ടറിനെയാണ് ഫീഡർ എന്ന് പറയുന്നത്. പിന്നെ അതിൽ ടാപ്പിങ്സ് ഒന്നും വരില്ല. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ ടാപ്പിക്സോട് കൂടി ലോഡ്സിലേക്ക് പോകുന്ന കേബിൾസിനെ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ആൻഡ് സർവീസ് മെയിൻ ഇസ് ദാറ്റ് സ്മോൾ കേബിൾ വിച്ച് കണക്ട്സ് ദ ഡിസ്ട്രിബ്യൂട്ടർ ടു ദ കൺസ്യൂമേഴ്സ് മീറ്റേഴ്സ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ 3 മാർക്സിന് ചോദിക്കാം. ടേംസ്, ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു a ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പിന്നെ AC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമിൽ നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ലൊക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്, വോൾട്ടേജ് റേറ്റിംഗ്സ്. പ്രൈമറിയിൽ നമുക്ക് 11 kV വോൾട്ടേജ് റേറ്റിംഗിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ആയിരിക്കും വരിക. ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമിൽ ട്രാൻസ്ഫോമർ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ 11 kV 440 അല്ലെങ്കിൽ 230 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ലൊക്കേറ്റഡ് ടു ദ കൺസ്യൂമേഴ്സ് പ്രെമിസസ് ആയിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോവുക. പിന്നെ DC ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് സിംഗിൾ 1 വയർ ഇൻറ്റു 2 വയർ DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് ജനറേറ്റ് അല്ലെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ്സ് എല്ലാം ടെക്സ്റ്റിലുണ്ട്, നോക്കിയിട്ട് പോവുക. പിന്നെ ഇപ്പോൾ ഒരു നോവൽ കോൺസെപ്റ്റ്സ് ഏരിയൽ ബഞ്ച്ഡ് കേബിൾസ്. അപ്പോൾ ഇതിൻ്റെ elucidate the use of aerial bunched cables in distribution system. ലാസ്റ്റ് ഇയർ ചോദിച്ചാണ്. അപ്പോൾ ABC cables എന്നാണ് പറയുന്നത്. ഇപ്പോൾ ABC cables എന്ന് പറഞ്ഞാൽ കുറേ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിൾസ് നമ്മൾ ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്ത് അലോങ് വിത്ത് ബെയർ ന്യൂട്രൽ കണ്ടക്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ വലിക്കുമ്പോഴാണ് ABC കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? കുറച്ചുകൂടെ സേഫ്റ്റി ആസ്പെക്ട്സ് കൂടും, റിലയബിലിറ്റി കൂടും, ഷോർട്ട് സർക്യൂട്ട് ഫോൾട്സിനൊക്കെ ഇമ്മ്യൂൺ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വരുന്ന നോവൽ കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ.
അതുപോലെ തന്നെ എർത്തിങ്ങിൻ്റെ നെസസിറ്റി ചിലപ്പോൾ ചോദിക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ. അതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ഡിഫറെൻറ്റ് methods of power factor improvement. This can be also asked using capacitors. അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇപ്പോൾ സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ സ്വിച്ച്ഡ് കപ്പാസിറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് റിയാക്റ്റീവ് പവർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് സോഴ്സ് ചെയ്യുന്ന ആക്റ്റീവ് പവർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫാക്സ് ഡിവൈസസ് വെച്ച് നമുക്ക് കൺട്രോൾഡ് റിയാക്റ്റീവ് പവർ ഇഞ്ചക്ഷനും സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ പോസിബിൾ ആണ്. അപ്പോൾ പല രീതിയിലും നമുക്ക് കപ്പാസിറ്റേഴ്സ് വെച്ച് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ തിയറി പോർഷൻ ടെക്സ്റ്റ് നോക്കി പഠിച്ചിട്ട് പോവുക. പിന്നെ ഒരു ഇപ്പോൾ KTU ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു റെലവൻറ്റ് ടോപ്പിക്സ്, എനർജി മാർക്കറ്റ്സ്, റെഗുലേറ്റഡ് ആൻഡ് ഡീറെഗുലേറ്റഡ് സിസ്റ്റംസ്. അത് ചിലപ്പോൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ റെഗുലേറ്റഡ് ആൻഡ് ഡീറെഗുലേറ്റഡ് സിസ്റ്റം എന്ന് ചിലപ്പോൾ ഒരു 3 മാർക്കിന് നിങ്ങൾക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. കാരണം അത് ചോദിച്ചിട്ടില്ല. ബിക്കോസ് റെഗുലേറ്റഡ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, നമ്മുടെ യൂട്ടിലിറ്റി ആയിരിക്കും എൻറ്റയർ മോണോപ്പൊളി നമ്മുടെ മാർക്കറ്റിൻ്റെ എടുക്കുക. അതായത് യൂട്ടിലിറ്റി തന്നെയായിരിക്കും എനർജി സെൻറ്റേഴ്സ് ഓൺ ചെയ്യണം. അതായത് പവർ പ്ലാന്റ്സ് ഓൺ ചെയ്യണതും ട്രാൻസ്മിഷൻ ലൈൻസ് ഓൺ ചെയ്യണം എല്ലാം യൂട്ടിലിറ്റിയുടെ ഒരു കുത്തകയായിരിക്കും. അവിടെ വേറെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഓണേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഡീറെഗുലേറ്റഡ് സിസ്റ്റംസിൽ എന്താണ്, അവിടെ വേറെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ഒരു ഷെയർ കൊടുക്കും. അപ്പോൾ ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ദേ ക്യാൻ ബൈ ദ പവർ ആസ് ഹോൾസെയിൽ ഫ്രം ദ യൂട്ടിലിറ്റി ആൻഡ് ദെൻ അവർക്ക് they can also include the other generation sources, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു റേറ്റ് ഓഫ് പ്രൈസസിൽ പവറിനെ സെല് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ കൺസ്യൂമേഴ്സിന് സെലക്ട് ചെയ്യാം ഏത് ഈ ബൾക്ക് ഏത് തേർഡ് പാർട്ടി കമ്പനീസിൽ നിന്നാണോ അവർക്ക് പവർ കൺസ്യൂം ചെയ്യേണ്ടതെന്ന് കൺസ്യൂമേഴ്സിന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ അതെല്ലാം എനർജി മാർക്കറ്റ്സ് അതിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് KTU ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ അതൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ ആണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമേഷൻ സിസ്റ്റം, ഇത് ചിലപ്പോൾ SC ആയിട്ട് ചോദിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമേഷൻ സിസ്റ്റംസ്, ഓക്കെ, DA എന്ന് പറയും. ഇത് നമ്മളിപ്പോൾ കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ, അതായത് സെൻസേഴ്സ്, പ്രോസസ്സേഴ്സ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്സ്, അതായത് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ് വച്ചിട്ട് നമുക്ക് പല പല രീതിയിൽ പല പല എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടി കൊണ്ട് മാനുഫാക്ചർ ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റിമോട്ട് ലൊക്കേഷനിലുള്ള ഒരു ഫോൾട്ട് ലൊക്കേഷൻ സെൻസർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ DA സിസ്റ്റം എന്ന് പറയാം. കാരണം റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഫോൾട്ട് സെൻസറിന് ഫോൾട്ട് വരുന്നത് ലൊക്കേറ്റ് ചെയ്യാനും അത് പെർഫെക്റ്റ്ലി PLCC വഴിയോ ഏതെങ്കിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴിയോ സ്കാഡയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സൂപ്പർവൈസറി ഡേറ്റ കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം. അപ്പോൾ സ്കാഡയിൽ വിഷ്വൽ ഡിസ്പ്ലേസ് ഉണ്ടാകും. അപ്പോൾ ഫോൾട്ട് വന്നത് ഏത് ഏരിയയിലാണ്, എത്ര മാഗ്നിറ്റ്യൂഡിലാണ്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് ഒരു ഐഡിയ വിഷ്വൽ ഡിസ്പ്ലേ നോക്കിക്കൊണ്ട് ടെക്നീഷ്യൻസ് അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ അവർക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറേ ട്രാൻസ്ഫോമർ മോണിറ്റേഴ്സ് ഉണ്ട് ആൻഡ് പല സ്കീംസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമേഷൻ സിസ്റ്റം പല എക്യുപ്മെന്റ്സ് നമുക്കുണ്ട്. ഇപ്പോൾ സ്മാർട്ട് റിലേസ്, ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതാണ്. അതായത് കുറച്ചും കൂടെ ഇൻഫർമേഷൻ ടെക്നോളജി, സ്മാർട്ട് ടെക്നോളജി എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമേഷൻ സിസ്റ്റംസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് essay ടൈപ്പ്, അതായത് പല പല സിസ്റ്റംസിന്റെ എക്സാമ്പിൾസ് സഹിതം നിങ്ങൾക്ക് എഴുതി പ്രസന്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ നോക്കുക. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു എനർജി മാർക്കറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമേഷൻ സിസ്റ്റം, ഏരിയൽ ബഞ്ച് കേബിൾസ്, ഇതെല്ലാം തിയറി പാർട്ടിൽ നോക്കുക. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാവുന്നത് DC ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്, ഫെഡ് അറ്റ് വൺ എൻഡ്, ഫെഡ് അറ്റ് ദ സെന്റർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് VK മെത്തേഡ് പ്രോബ്ലംസ് എസ്പെഷ്യലി വർക്ക്ഔട്ട് ചെയ്ത് പോവുക. KVLന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് ബേസിക് ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, അതായത് ഒരുപാട് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് അല്ല. അതായത് KVL കോൺസെപ്റ്റ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ലോഡ് അലോങ് ദ ഡിസ്ട്രിബ്യൂട്ടർ, ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഏത് പോയിന്റിലാണ് മിനിമം വോൾട്ടേജ് പൊട്ടൻഷ്യൽ വരുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ സെക്ഷൻ ഓർ ഫീഡർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്ന് ന്യൂമറിക്കൽസ് വർക്ക്ഔട്ട് ചെയ്ത് പോവുക. ബിക്കോസ് അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് essay പാർട്ടിൽ. സോ അതിൽ നല്ല വെയിറ്റേജ് ഉണ്ടാകും. അപ്പോൾ ന്യൂമറിക്കൽസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചിട്ട് പോവാം. യെസ്, സോ
with this session, actually we have just reviewed the important topics that are probable to come for your KTU power system exam. So hope this session was useful. So wishing you the best for the exam. Thank you.